ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് താലപ്പൊലിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ 2 വീലറിനാണ് കേട്ടോ പോകുന്നത്. മാലിങ്കര പാലം വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിത് മാലിങ്കര കോളത്തിൻ്റെ സൈഡിലേക്ക് എത്തിയട്ടെ. ഇത് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊടുങ്ങല്ലൂർ എത്തോട്ടെ. അപ്പോൾ അതേ കോട്ടപ്പുറ പാലമൊക്കെ കയറി നമ്മളിത് അമ്പലത്തിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പ് റോഡിലെത്തിയപ്പോൾ തന്നെ ഇത് ശീവേലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ട് ബ്ലോക്ക് ആയിരുന്നു. അപ്പം അങ്ങനെ കുറേ കറങ്ങി തിരിഞ്ഞ് ഇടവഴിയൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലെത്തിയത്. അപ്പോൾ അങ്ങനെ ശീവേലിയൊക്കെ കണ്ടത് ആ ചെണ്ടമേളമൊക്കെ ആരങ്ങ് തകർത്തുകൊണ്ടിരിക്കണേ കേട്ടോ. ഇത് ഏകദേശം വൈകുന്നേരം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവട്ടെ ഈ ശീവേലി. അപ്പം അങ്ങനെ അതിൻ്റെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴാന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അത്യാവശ്യം തിരക്കുണ്ട്. ഇന്ന് താലപ്പൊലി സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ ആണ്, നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് ചെരുപ്പൊക്കെ ഊരിയിട്ട് ക്യൂവിലേക്ക് നിന്നിട്ടാം. പക്ഷേ അമ്പലത്തിലേക്ക് കയറാനുള്ള ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നതിനേക്കാളും കുറവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒരു പ്രത്യേക ചടങ്ങൊക്കെ നടക്കുന്നുണ്ട്. ദേവിയുടെ മുമ്പിൽ കുറച്ച് പ്രസാദങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് എന്തോ ആചാരമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി തൊഴുതിറങ്ങിയപ്പോൾ ഇവിടെ വേറൊരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ സെൽഫി എടുക്കാൻ മറന്നില്ല കേട്ടോ. അപ്പോൾ സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം പോയപ്പോഴത്തേക്കും ഇത് എല്ലാ വർഷവും ഉള്ളതാണ്. ഇങ്ങനെ വിളക്കിൻ്റെ മുമ്പിൽ അവിടെ കയറി നിന്നിട്ട് പഴം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആവശ്യത്തോടെ പഴം വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ കൈ നീട്ടിക്കും. അപ്പോൾ കിട്ടുന്നവർക്ക് കിട്ടും. അങ്ങനെ എറിഞ്ഞ് 2-3 കൊല്ലം അവിടെ നേർച്ചയായിട്ട് കിട്ടുന്ന പഴങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടത്. അപ്പോൾ ചേട്ടനും ഇതേ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ചേട്ടന് ഫസ്റ്റത്തിൽ തന്നെ കിട്ടിയിട്ടാ. എനിക്ക് കുറച്ച് നേരം നിന്നപ്പോൾ എനിക്കും ഒരെണ്ണം കിട്ടി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞത് ആ ഫ്രണ്ടിലോട്ട് പോകാൻ ഓർത്തും നമ്മുടെ ശീവേലി നടക്കുന്ന ഭാഗത്ത് പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ നമ്മുടെ ആനക്കുട്ടന്മാരുടെ അടുത്തെത്തിയത് നല്ല തിരക്കായപ്പോൾ നല്ല തിരക്കോടൊപ്പം തന്നെ നല്ല അടിപൊളി വെയിലുമായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതൊക്കെ കഴിഞ്ഞതാ നേരെ മസാല ദോശ കഴിക്കാൻ വേണ്ടി പോയി. കാരണം ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഏകദേശം 3 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പം ഞാൻ മസാല ദോശ, ചേട്ടൻ പൊറോട്ട കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് വീണ്ടും ശീവേലിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് മേളവും ശീവേലിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം കുറേ നേരം നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ചെണ്ടമേളമൊക്കെ സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരുപാട് നേരം കണ്ടു കഴിഞ്ഞാൽ നല്ല തിരക്കുമായി. കാരണം നല്ല വെയിലും ഉണ്ട് കേട്ടോ. പാവാനങ്ങൾ കേട്ടോ. നല്ല അടിപൊളി ചുട്ടുകൊള്ളുന്ന വെയിലാണ്. ഈ ഒരു ശീവേലി നമ്മുടെ വെടിക്കെട്ട് തൊടുന്നതിന് മുമ്പ് വരെ ഉണ്ടാവും കേട്ടോ. വൈകുന്നേരം 6:30 ആകുമ്പോഴാണ് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വെയിലാണെങ്കിലും വെയിലത്ത് നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചു. നല്ല ചെണ്ടമേളമൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കിനെ ആസ്വദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടിപൊളിയായിരുന്നു സംഭവം. സൂപ്പറായിട്ട് നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞതാ അവിടെ ഒരു മരത്തിൻ്റെ കീഴിൽ പോയി ഇരുന്നിട്ടാം. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നേർച്ച പോലെ നാവിൽ ശൂലമൊക്കെ കുത്തിയൊരു ചേച്ചി വന്നത്. അപ്പോൾ എല്ലാവരും നേർച്ചയ്ക്ക് ഇട്ട് കൊടുക്കണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെണ്ടമേളം പോലെയൊക്കെ പോയി റൗണ്ട് അടിച്ചത് അമ്പലത്തിന് ചുറ്റിനും പോയി. അപ്പം നമ്മുടെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള അതേ വെടിമ്പരന്നൊക്കെ നിറച്ച് തുടങ്ങിയിട്ടാ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനിടയിൽ കൂടി വീണ്ടും ഞങ്ങൾ സെൽഫി എടുത്തിട്ടാം. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ അതേ വെടിമരുന്നൊക്കെ കൂടെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വെടിക്കെട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങോട്ടെ. അപ്പോൾ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ തീ കൊളുത്തുന്നതിന് മുമ്പ് ചെറിയ രീതിയിൽ ഒരു നമസ്കാരമൊക്കെ ചെയ്തതിന് ശേഷം തീ കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ വെടിക്കെട്ട് വെക്കാല്ലേ. ഇതിങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് ഓരോന്നായിട്ട് പൊട്ടി അവസാനം നമ്മൾ ഏറ്റവും അറ്റത്തെത്തുമ്പോഴത്തേക്കും ഒരുപാട് കൂട്ടത്തോടെ ഇങ്ങനെ വെടിമരുന്ന് വെച്ചിട്ടുണ്ട്. അതൊരു കൂട്ടപ്പൊട്ടലായിരിക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി വർണ്ണാഭമായ വെടിക്കെട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ പുറത്തുനിന്നാണ് ഞങ്ങൾ ഈ വെടിക്കെട്ട് കണ്ടത്. വീട്ടിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ അമ്മയും അച്ഛനും പിന്നെ ഉണ്ണിയും ടീമൊക്കെ വൈകുന്നേരം ഉണ്ട്. അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും അമ്പലത്തിൽ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. നമുക്ക് പിന്നെ കാണാൻ. ടാറ്റ, സി യു.